കാരണം ഈ 5, 6, 7 ക്ലാസ്സുകളിലെ കണ്ടന്റ് ഉണ്ടല്ലോ സോഷ്യലിന്റെ, അതിന്റെ തന്നെ കുറേ കൂടി ഇലാബറേറ്റഡ് കണ്ടന്റ് ആണ് 8, 9, 10 കിടക്കുന്നത്. പ്രത്യേകിച്ചും 10 NC എക്സാംസ് നടന്നിട്ടുണ്ട്. LPS UPSC NC എക്സാംസ്. അപ്പൊ ഈ വരാൻ പോകുന്ന വർഷം ഇനിയും LP UP NC ഒഴിവുകളിലേക്ക് വിളിക്കൂ? തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ കേറ്റഡ് കാറ്റഗറി 2 സയൻസും ഉണ്ട് സോഷ്യൽ സയൻസും ഉണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാമോ മിസ്സേ? എളുപ്പമാണോ ഇത്? ഓരോ ഫേസും 20 ദിവസമായിട്ടാണ്. അപ്പൊ ടോട്ടൽ 60 ദിവസമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓരോ ഫേസിലും ഓരോ മോഡൽ എക്സാം ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിമ്യ, ഞാൻ ഷിജി. അപ്പോൾ മിസ്സേ, ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ കേട്ട എക്സാം അല്ലേ, അത് ഒരുപാട് പേർക്ക് എഴുതാൻ പറ്റാതെ പോയിട്ടുണ്ട്. അതായത് കുറച്ച് പേര് അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, അങ്ങനെ എക്സാം എഴുതാൻ പറ്റാതെ പോയവരുണ്ടാവും. അതേപോലെ തന്നെ എക്സാം എഴുതിയിട്ടും സ്കോർ ചെയ്യാൻ പറ്റാതെ കുറച്ചൊക്കെ മാർക്കിനൊക്കെ വ്യത്യാസം വന്ന് കിട്ടാതെ ഒരുപാട് പേരുണ്ടാവും. അതേപോലെ തന്നെ ഈ വർഷം ഏറ്റവും ഫ്രഷ് ആയിട്ട് എക്സാം ബിഎഡിന്റെ ഉന്നതിയിൽ നിൽക്കുന്നവര്, അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ട്. അതായത് ഇപ്പൊ ഒരുപാട് പ്രാവശ്യം എഴുതിയവരാണെങ്കിൽ പോലും ഇനി ഒരു ഗേറ്റഡ് എക്സാം എഴുതണോ വേണ്ടയോ? പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ LP UP അങ്ങ് വിളിച്ചു കഴിഞ്ഞുകൊണ്ട് കുട്ടികൾക്കൊരു നിരാശ പോലെയുണ്ട്. അയക്കാം, ഇനി എഴുതുന്ന എന്തിനാന്നുള്ളൊരു കൺസെപ്റ്റ് ശരിയാണത്. പക്ഷേ ശരിയെന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞൊരു എക്സാം കഴിഞ്ഞു, 2020 ഒരു LPS UPSC കഴിഞ്ഞു. അതിനുശേഷം 2ൽ കൂടുതൽ NC എക്സാംസ് നടന്നിട്ടുണ്ട്. LPS UPSC NC എക്സാംസ്. അപ്പൊ ഈ വരാൻ പോകുന്ന വർഷം ഇനിയും LP UP NC ഒഴിവുകളിലേക്ക് വിളിക്കൂ? തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ BEdും TTC കഴിഞ്ഞവര് എന്തുകൂടി വേണം, അവരെ കൂടെ കേറ്റിട്ട് ക്ലിയർ ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ നമ്മൾക്കൊരു BEd അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചിങ് എക്സാം ആ ഒരു രീതിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ക്വാളിഫൈ എക്സാം ആയിട്ട് കേറ്റിട്ട് പാസ്സാവേണ്ടത് അത്യാവശ്യമാണ്, അത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ഗവൺമെന്റ് ഫീൽഡിൽ LP UP എഴുതുക എന്നുള്ളത് തന്നെയല്ല, എയ്ഡഡ് സ്കൂളിലേക്ക് പോകുമ്പോൾ അതല്ലേ മിസ് പറയാൻ വന്നത്. ഇപ്പൊ എയ്ഡഡ് സ്കൂളിലേക്ക് പോകുമ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും പഠിപ്പിക്കാനായിട്ട് നമ്മൾക്ക് കേറ്റിട്ട് നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി കയറാനായിട്ട് പറ്റുള്ളൂ. താൽക്കാലികമായിട്ടുള്ള ഇപ്പൊ ഗസ്റ്റ് അധ്യാപിക ആണെങ്കിൽ പോലും നമുക്ക് കേറ്റഡ് ആവശ്യമാണല്ലേ. അപ്പൊ മിസ്സേ, നമുക്ക് ഇന്ന് കേറ്റഡ് കാറ്റഗറി 2നെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ കേറ്റഡ് കാറ്റഗറി 2 സയൻസും ഉണ്ട് സോഷ്യൽ സയൻസും ഉണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാമോ മിസ്സേ? എളുപ്പമാണോ ഇത്? എളുപ്പമാണ്, കാരണം K3നെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമാണ് K2 എന്ന് പറയുന്നത്, കാറ്റഗറി 2 എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഇപ്പോൾ കുറേ പേര്, അതായത് കുട്ടികൾ എക്സാം വരുന്ന സമയത്ത്, അത് അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആലോചിക്കുന്നത് സയൻസ് എടുക്കണോ അതോ സോഷ്യൽ സയൻസ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഏത് അപ്ലൈ ചെയ്യണം എന്ന്. അപ്പൊ ആ ലാസ്റ്റ് മൊമെന്റിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി തീരും. അപ്പൊ മിസ് പറയുന്നത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നമുക്ക് സയൻസ് അപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അപ്ലൈ ചെയ്യണോ, ഏത് വേണം എന്നുള്ളത് നമ്മൾ ആദ്യമേ ഒന്ന് തീരുമാനിക്കണം, അല്ലെങ്കിൽ ആദ്യമേ ഒരു പ്ലാനിങ് വേണം. കാരണം കുറെ കുട്ടികൾ ഈ സയൻസ് പഠിച്ചിട്ട് അത് വിട്ട് കളഞ്ഞിട്ട് കേട്ടിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ഈ 2വിന് വേണ്ടിയിട്ട് അവർ സോഷ്യലിലേക്ക് വരാറുണ്ട് അല്ലെ. അപ്പൊ സോഷ്യൽ പഠിച്ച ആളുകൾ നേരെ തിരിച്ചും ശ്രമിക്കാറുണ്ട്. അപ്പൊ അത് ചിലരുടെ ഓരോ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. പക്ഷെ നമ്മളെപ്പോഴും മിസ്സിന്റെ അഭിപ്രായം എന്താ, പഠിച്ച അതേ സബ്ജക്റ്റിൽ തന്നെ നിൽക്കുന്നതാണോ നല്ലത്? താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഈ PSC ഒക്കെ ഒരുപാട് നാളായിട്ട് പഠിക്കുന്നവരുള്ളത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് ഈ സോഷ്യൽ സയൻസ് വിഷയങ്ങൾ കുറച്ചധികം അറിയാമെന്നുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഓൾറെഡി ഇത് പ്രീ പ്ലാൻഡ് ആയിരിക്കണം. നമുക്ക് ഏതിലാണ് അറിവ്, അല്ലെങ്കിൽ നമ്മൾക്ക് പരീക്ഷ എഴുതിയാൽ നമ്മൾ പെട്ടെന്ന് ജയിക്കുന്നത് ഏതാണെന്നുള്ളത് നമ്മൾ സ്വയം ഒരു കാൽക്കുലേഷൻ ചെയ്തു വെക്കണം. ഇപ്പൊ മെയ്യിലേക്കാണ് എക്സാം വരുന്നത് അല്ലെ, അടുത്ത എക്സാം മെയ്യിൽ കാണും, നമുക്ക് എക്സാം വരും. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യാം, എനിക്ക് സയൻസ് ആണ് കൂടുതൽ എളുപ്പം, അപ്പൊ സയൻസ് ഞാൻ എഴുതണം, അല്ലെങ്കിൽ അതിനുവേണ്ടി അപ്ലൈ ചെയ്യാൻ റെഡി ആവണം, അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ ആണ്. അപ്പൊ ആ ഒരു ബോധം എപ്പോഴും നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടായിരിക്കുക. പ്രീ പ്ലാൻഡ് ആയിരിക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ എൻട്രിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ട് യോധ 1.0 ബാച്ച്. ഏറ്റവും പുതിയ ബാച്ചാണ്, ഏറ്റവും പുതിയ കോഴ്സാണിത്. ഇനി മിസ്സേ, അടുത്തൊരു ഡൗട്ട് ചോദിക്കാം. ഞാനിപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ഈ സോഷ്യൽ എങ്ങനെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും? സോഷ്യലിന്റെ കാര്യം പറയുകയാണെങ്കിൽ സിലബസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് സിംപ്ലിസിറ്റി ആണ് അവിടെ കാണുന്നത്. കാരണം മിക്കവാറും കോമ്പറ്റേറ്റീവ് എക്സാംസിനുള്ള ഒരു കണ്ടന്റ് ഒക്കെ തന്നെയാണ് കേറ്റഡ് 2വിന്റെ സോഷ്യൽ സയൻസിന്റെ സിലബസിൽ നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ ചില ആളുകൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതണം എന്നുള്ളവരില്ല. അപ്പം BEd കഴിഞ്ഞ് അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ വരുമ്പോൾ നമ്മൾ എവിടെ തുടങ്ങി പഠിച്ചു തുടങ്ങണം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ ബേസ് ചെയ്തിട്ടാണോ പഠിക്കേണ്ടത്, തന്നെത്താനെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമാകുമോ, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് നമുക്കത് എങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ സ്കോർ കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളിലൂടെ ആദ്യം ഒരു സ്വയം സ്കോറിലേക്ക് എത്തിച്ചേരുക, സ്വയം ഒരു അനാലിസിസ് ഉണ്ടല്ലോ അതിലേക്ക് എത്തിച്ചേരുക. പിന്നെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് നമ്മുടെ കോഴ്സ് ഉണ്ട്, അതിൽ ചേർന്ന് പഠിക്കുമ്പോൾ കുറച്ച് എല്ലാ കാര്യങ്ങളും എളുപ്പമായി തീരും. ഇനി തന്നെത്താനെ പഠിക്കാനാണെങ്കിൽ അവിടെ നമുക്ക് നോട്ട് കണ്ടെത്താനും അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെത്താനും പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ
പഠിക്കാനൊക്കെ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ലാഗോ ഒക്കെ ഫീൽ ചെയ്യും അല്ലേ? നമുക്ക് ലാഗ് ഇല്ലാണ്ട് കോഴ്സിലൂടെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇപ്പോൾ ഒരുപാട് സമയം കുറവുള്ളവരാണല്ലോ, കാരണം ജോലിക്ക് പോകുന്നവരുണ്ടാവും അല്ലെങ്കിൽ BEd പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇത്രയും നോട്ട്സ് ഇപ്പോൾ സൈക്കോളജി അതേപോലെ തന്നെ നമ്മൾ മാത്സ് ഉണ്ട്, നമുക്ക് സയൻസോ സോഷ്യൽ സയൻസ്, ഇതിൻ്റെയൊക്കെ ഇത്രയും നോട്ട്സ് ഒക്കെ സംഘടിപ്പിച്ച് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സയൻസിനെ അപേക്ഷിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. കാരണം എന്താ, ടെക്സ്റ്റ് ബുക്ക് 10ാം ക്ലാസ് വരെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എന്തായാലും പഠിക്കണമല്ലോ, 5 തുടങ്ങി 10 വരെ പഠിക്കണം. കാരണം ഇപ്പോൾ വരുന്ന എക്സാംസിന് ക്വസ്റ്റ്യൻസ് കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് ഞങ്ങൾക്ക് സയൻസ് പഠിക്കണം. സോഷ്യൽ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഈ 5, 6, 7 ക്ലാസ്സുകളിലെ കണ്ടന്റ് ഉണ്ടല്ലോ സോഷ്യലിന്റെ, അതിന്റെ തന്നെ കുറേ കൂടി ഇലാബറേറ്റഡ് കണ്ടന്റ് ആണ് 8, 9, 10 കിടക്കുന്നത്, പ്രത്യേകിച്ചും 10th സ്റ്റാൻഡേർഡ്. അപ്പൊ അതുകൊണ്ട് ആ 5 to 10 സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ ആ ഒരു മേഖലയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കണം. അത് മാത്രം പോരാ, കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ സിലബസ് അനുബന്ധമായിട്ട് കിടക്കുന്ന നോട്ടുകൾ ബാക്കി, പിന്നെ പെഡഗോഗി സൈക്കോളജിക്ക് ഇങ്ങനെ കിടക്കുവാണല്ലോ. അപ്പോൾ നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ് ബിഗിനേഴ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കുറച്ച് ലാഗ് വന്നിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണിത്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ എൻട്രിയുടെ കോഴ്സ് യോദ്ധ 1.0 എടുത്ത് പഠിക്കുന്നത് കൊണ്ട് ഈ ബുദ്ധിമുട്ട് ഒന്ന് പരിഹരിക്കാൻ കഴിയുമോ? ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ മിസ്സേ? നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ടും ഒരു എന്താ പറയുക, കുറച്ച് ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ലെവലിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് സിലബസ് ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏതൊരു കോഴ്സ് നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോഴും നമ്മുടെ കയ്യിൽ എന്താ സിലബസ് വേണം അല്ലേ? സിലബസിൻ്റെ ഒരു ഹാർഡ് കോപ്പി തന്നെ നമ്മുടെ കയ്യിൽ വേണം. അതല്ലാതെ അപ്പോൾ നമുക്കതൊരു മാർക്കൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കുറച്ചും കൂടി നമുക്ക് കൂടുതലായിരിക്കും. ഇത്ര കണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, അങ്ങനെ നമ്മൾ റെഡിങ് ഇട്ട് വരച്ച് വയ്ക്കും പണ്ടത്തെ പോലെ. പിന്നെ അതേപോലെ ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ശരിയാണ് കൂടെ തന്നെ ചെയ്യുന്നത്. പിന്നെ ഒരു PYQ അനാലിസിസ് ഉണ്ട്, അതായത് ഒറ്റയടിക്ക് വരുന്നത് നമ്മൾ ആ സിലബസിലേക്ക് കിടക്കാതെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ പോലും കുറച്ചധികം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടി, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം കുറച്ച് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നുള്ളൊരു ഭാഗം കൂടി നമുക്ക് വേണമെങ്കിൽ ഉണ്ടായിരിക്കും. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ജയിക്കാനായിട്ട് പറ്റുമോ? അതായത് ഒരുപാടല്ല, പക്ഷെ നമുക്ക് സിലബസ് അനുസരിച്ച് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻസ് കൂടി നമുക്ക് കവർ ചെയ്ത് പോകാം. അപ്പൊ അതുകൊണ്ട് ഒരു PYQ അനാലിസിസ് കൂടി നമ്മൾ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് അതൊക്കെ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാം കിട്ടില്ല. കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ പ്രത്യേകം PYQ അനാലിസിസ് വെച്ചിരിക്കുന്നത്. തപ്പി പോകേണ്ട വരും. ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോ വർഷങ്ങളിലും 2 പ്രാവശ്യമായി നടക്കുന്ന എക്സാംസ് ഉണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസ് ദെൻ ആൻസേഴ്സ് ഇതെല്ലാം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ യൂസർ ലെവൽ ചെക്കിംഗ് എക്സാംസ് ഉണ്ട്. അതായത് നമ്മൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അത് മനസ്സിലാക്കണം ആദ്യം അല്ലേ. എനിക്ക് ഇന്നതാണ് അറിയാവുന്ന അറിഞ്ഞാലല്ലേ അല്ലെങ്കിൽ എനിക്കിത് അറിയാം, അപ്പൊ എനിക്ക് ബാക്കി പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കുറച്ചൊരു ലെവൽസിലൂടെയാണ് നമ്മുടെ അനാലിസിസ് കടന്നു പോകുന്നത്. പിന്നെ അതേപോലെ നമുക്ക് പറയാൻ മറ്റൊരു ഡൗട്ട് മിസ്സേ, ഇപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾക്ക് സയൻസിലാണെന്നുണ്ടെങ്കിൽ കോശം 5ാം ക്ലാസ്സിൽ നമ്മൾ കോശം പഠിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ബേസിക് പഠിച്ചിട്ട് ഞങ്ങൾ നേരെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ നമ്മുടെ പോർഷനും അതേപോലെ ടോപ്പിക്സും നമുക്കിങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് കഴിയും. അപ്പോൾ അതേപോലെ സോഷ്യലും തീർച്ചയായിട്ടും സോഷ്യലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഇപ്പോൾ 5 അല്ലെങ്കിൽ 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡിൽ അവിടെയുള്ള ഹിസ്റ്ററിയുടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് 8th സ്റ്റാൻഡേർഡിൽ 10th കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതങ്ങനെ ആ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ഹിസ്റ്ററി നമുക്കറിയാമല്ലോ, ഇയേഴ്സൊക്കെ എഴുതി വെച്ചിട്ട് ആ ടൈം ലൈനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ആ ടൈം ലൈനിലൂടെ ഇങ്ങനെ എഴുതി വെച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അത് കുറച്ചുകൂടി രസമായിരിക്കും. പിന്നെ നമുക്ക് അറിയാൻ പറ്റും 5th ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ 6th നമ്മൾ പഠിച്ചൊരു കണ്ടന്റ് അത് തന്നെ 8th വരുമ്പോൾ എത്രമാത്രം ഇലാബറേറ്റഡ് ആയി, അപ്പോൾ എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്ക് മിസ് ചെയ്ത് പോയ ഭാഗം ഏതാണ്, ഇതൊക്കെ നമുക്ക് സോഷ്യലിൽ ഇതുപോലെ തന്നെ ഏതൊക്കെ ഭാഗം എവിടേക്കാണ് കിടക്കുന്നതെന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തായാലും പഠിക്കുക. അപ്പോൾ സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും ആദ്യം നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് പഠിക്കുക. 10ാം ക്ലാസ് വരെയുള്ളത് എന്തായാലും പഠിക്കണം. കണക്ഷൻസ് അറിഞ്ഞ് പഠിക്കുക. ഓരോ ഭാഗങ്ങളും കുറച്ചുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടി. പിന്നെ സ്വന്തമായിട്ട് പഠിക്കാന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ അവിടെ ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു പ്രശ്നം വരാം, കോൺഫിഡൻസ് ലെവലിൽ ഉണ്ടാവുന്നൊരു വേരിയേഷൻസ് വരും, അത്രമാത്രം. അതാണൊരു പ്രശ്നം. അപ്പം നമ്മൾക്ക് കുറച്ച് പഠിച്ചു കഴിയുമ്പോഴേ ഒരു മടുപ്പല്ലേ, കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പം അത് സോൾവ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾക്ക് ഒരു ആപ്ലിക്കേഷനിലൂടെയൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകും, ഒരു ടൈം ടേബിൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാകും. അപ്പം അതിലൂടെ നമുക്ക് അങ്ങ് എന്താ സ്പൂൺ ഫീഡിങ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് ജയിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം. കാരണം കരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കണ്ടേ, അപ്പം പെട്ടെന്ന് ജയിക്കുക, സ്കോറിങ് പെട്ടെന്നാവണം, അതിലാണ് കാര്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്.
റാങ്ക് അല്ല ഇതിൽ ഇപ്പൊ LPS റാങ്ക് അല്ല, നമുക്ക് ആ ഒരു ബൗണ്ടറി ഒന്ന് നിങ്ങളുടെ കടന്നു കിട്ടിയാൽ മതി. അപ്പൊ ആ ഒരു മാർക്കിലേക്ക് എത്താന്നുള്ളതാണ് ഇവിടെ എപ്പോഴും ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫീച്ചേഴ്സ് എന്താണ് നമ്മുടെ കേട്ടിട്ട് യോധ 1.0യുടെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. മിസ്സേ ഇനി ബാക്കി നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഓക്കെ, കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ട്, അത് നിമ്യ മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്തൊക്കെയാണ് 3 ഫേസസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഓരോ ഫേസും 20 ദിവസമായിട്ടാണ്. അപ്പോൾ ടോട്ടൽ 60 ദിവസമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓരോ ഫേസിലും ഓരോ മോഡൽ എക്സാം ഉണ്ടാവും. കുറേ വെറുതെ പഠിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമില്ലല്ലോ. ആ പഠിച്ചത് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മോഡൽ എക്സാംസ് ഉണ്ടാവും. പിന്നെ സൂപ്പർ ഹോളിഡേയ്സ് അല്ലേ. ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ടേക്കും പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സൂപ്പർ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വീക്ക്ലി റിവിഷൻ ക്ലാസ് ഉണ്ടാവും, അതേപോലെ തന്നെ എക്സാംസ് ഉണ്ടാവും. പഠിച്ച് കഴിഞ്ഞുള്ളൊരു ചെക്കിങ്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള കോഴ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇത് വന്നത് കുറേ പഠിക്കാൻ ടോപ്പിക്സ് വരും, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നൊരു ചെക്കിങ് അവിടെ നടക്കുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടോ, സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു കറക്റ്റ് റിവിഷൻ ക്ലാസ് അല്ലെങ്കിൽ റിവിഷൻ എക്സാം അല്ലേ അവിടെ ഉണ്ട്. ദെൻ സൂപ്പർ ടോപ്പിക് അനാലിസിസ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യലാകുമ്പോൾ കുറച്ചധികം സൂപ്പർ ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ടോപ്പിക്സ് ഒക്കെ അനലൈസ് ചെയ്യുന്ന ക്ലാസ് ഉണ്ടാവും. പിന്നെ മിസ് നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഡിമോട്ടിവേറ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആയി പോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയുള്ള മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ് എന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമുക്കൊരു പ്രചോദനം അത്യാവശ്യമാണ് അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. എക്സാം അനാലിസിസ്, വെറുതെ കുറെ എക്സാം എഴുതിയിട്ടും കാര്യമില്ല, അത് എന്ത് ചെയ്യണം, ലൈവ് ക്ലാസ് ഇല്ലേ മിസ്സേ? ഇതിന്റെ കൂടെ നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അപ്പൊ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്. 20 ദിവസം വെച്ച് 60 ദിവസത്തെ ആ ഒരു സെറ്റ് ആയിട്ട് 3 ഭാഗമായി തിരിച്ച് നമ്മളെ പഠിപ്പിച്ച് തീർക്കുവാണ് അല്ലെ. കേട്ടിട്ട് 2 എന്തായാലും പാസ്സാക്കിയേ പറ്റൂന്നാണ് ഉറച്ചിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ വെക്കേഷൻ ആവട്ടെ എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം അല്ലെ. കാരണം നേരത്തെ പഠിച്ചു തുടങ്ങും, നമുക്ക് അത്രയും എന്താ പറയാ കോൺഫിഡൻസ് ലെവൽ കൂടും, ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കേടെറ്റ് കാറ്റഗറി 2 ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ വരാൻ പോകുന്ന കേടെറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു. താങ്ക് യു.